ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് 7 ബുധൻ മീനം രാശിയിൽ നിന്നും, അതായത് ബുധൻ്റെ നീചരാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പം നീചരാശിയിൽ നിന്നും ബുധൻ രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2025 മെയ് മാസത്തിൽ ആദ്യമായിട്ട് രാശി മാറുന്നത് ബുധഗ്രഹമാണ്. ആ ബുധൻ കഴിഞ്ഞ ഫെബ്രുവരി 27 മുതൽ മീനം രാശിയിൽ, അതായത് ബുധൻ്റെ നീചരാശിയിൽ സഞ്ചരിക്കുകയാണ്. മെയ് 7 ആ നീചരാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നു. ഇപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ പൊതുവെ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്, ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ്, യുക്തിപൂർവമായ ചിന്തകളുടെ ഗ്രഹമാണ്, നല്ല മാനസികാവസ്ഥയുടെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ബുധനെ കാണാം. അപ്പോൾ ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ രാശിയിലേക്കാണ് രാശി മാറുന്നത്. ചൊവ്വയുടെ രാശിയിലേക്ക് ബുധൻ രാശി മാറുക എന്ന് പറയുമ്പോൾ പൊതുവെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന സമയമായിരിക്കും. അതേസമയം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്ത ഒരു മനോഭാവം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അങ്ങനെ വരുന്നത് ചില തെറ്റിദ്ധാരണകൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ വഴിതെളിച്ചു എന്നും വരാം. ഇപ്പം ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാരകനാണ് ബുധൻ, വിദ്യയുടെ കാരകനാണ് ബുധൻ. അപ്പോൾ പഠന സംബന്ധമായ കാര്യങ്ങൾക്കും തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ വളരെ അനുകൂലമായിരിക്കും. ആ മേഖലയിലുള്ള പ്രയാസങ്ങൾ, ഇപ്പോൾ പഠനത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറും, അവയ്ക്ക് മാറ്റം വരും. പൊതുവെ ഈ മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലൂടെയാണ് ആ ബുധൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് കേതു, ശുക്രൻ, അതുപോലെ സൂര്യൻ്റെ നക്ഷത്രങ്ങളാണ്. അപ്പോൾ കേതുവും ശുക്രനും സൂര്യനും ഒന്നും തന്നെ നമുക്ക് ബുധൻ്റെ ശത്രുഗ്രഹങ്ങളല്ല, മിത്രഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പൊതുവെ മേടം രാശിയിലേക്കുള്ള ആ ബുധൻ്റെ രാശിമാറ്റം വലിയ ദോഷം ചെയ്യില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനുമാണ്. ആ 3ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ബുധഗ്രഹമാണ് മെയ് 7 ജന്മരാശിയിലേക്ക് രാശി മാറുന്നത്. ജന്മരാശിയിൽ മെയ് 23 വരെ ആ ബുധൻ ജന്മരാശിയിൽ ഉണ്ടാകും. മെയ് 14 വരെ സൂര്യനും ആ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സൂര്യനും ബുധനുമായിട്ടുള്ള ഒരു ബന്ധം ആ ജന്മരാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ നല്ല ചിന്തകൾക്കും നല്ല കമ്മ്യൂണിക്കേഷനും ബുധൻ ജന്മരാശിയിലേക്ക് ലഗ്നരാശിയിലേക്ക് രാശി മാറുക വഴി അതിന് വഴിയൊരുക്കും എന്ന് തന്നെ പറയാം. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം കൂടുന്ന സമയമായിരിക്കും. നല്ല ചിന്തകൾ, അതുപോലെ സംസാരം കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും. പറയേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കഴിവ് ഈ സമയത്തുണ്ടാകും. ഇപ്പോൾ തൊഴിലിടത്തൊക്കെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്നതിനും അത് ഭാവിയിൽ പുതിയ തൊഴിലവസരങ്ങൾക്കുമൊക്കെ അത് വഴിതെളിക്കുമെന്ന് പറയാം. അമിതമായിട്ടുള്ള സംസാരം, തൊഴിലിടത്ത് മോശമായിട്ടുള്ള സംസാരം, ഇവയൊക്കെ കഴിവതും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ കടബാധ്യത കുറയ്ക്കുന്നതിനും ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കും.
പുത്തൻ സംരംഭങ്ങൾക്കുള്ള ചിന്തകൾ, അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഈ സമയത്തുണ്ടാകും. അതുപോലെ വായ്പകൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറും. അതിനെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആ വായ്പകൾ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. പൊതുവെ കരിയർ തലത്തിലും വ്യക്തിതലത്തിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. വ്യാപാരത്തിൽ വിജയതന്ത്രങ്ങൾ ഈ സമയത്ത് ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര തലത്തിലുള്ള മത്സരങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ സമയത്ത് ബുധൻ്റെ ആ മേടം രാശിയിലെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും. ബുധനും അതുപോലെ രവിയും ഒക്കെ 14 വരെ ജന്മരാശിയിലുണ്ട്. അതൊക്കെ സാമ്പത്തികമായിട്ട് സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സ്പെക്കുലേറ്റീവ് തലത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കും. പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും, പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ആ ബുധൻ വരുമ്പോൾ. അതുപോലെ തന്നെ ഈ 3-ാം ഭാവാധിപനായിട്ടുള്ള ആ ബുധൻ ഭാവത്തിൻ്റെ 11-ലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് അത് സുഹൃത്തുക്കൾ വഴിയോ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകാം, സാമൂഹ്യ ബന്ധങ്ങൾ വഴി എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകാം, അതുപോലെ സഹോദരങ്ങൾ വഴിയുള്ള നേട്ടങ്ങളുമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ബുധൻ അവിടെ ആ ജന്മരാശി നിന്നുകൊണ്ട് 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അവയിലൊക്കെ ഒരു നേട്ടം പ്രതീക്ഷിക്കാം. ബിസിനസ് തലത്തിൽ, പാർട്ട്ണർഷിപ്പ് തലത്തിൽ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും, അതുപോലെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിനുമൊക്കെ ആ ബുധൻ്റെ 7-ാം ഭാവരാശിയിലെ ദൃഷ്ടിക്ക് വഴിതെളിക്കും. അപ്പോൾ 6-ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ. ആ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ശത്രുക്കൾ, അതുപോലെ കടക്കാർ, അവരുടെയൊക്കെ ഒരു സമീപനത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു എനിമിറ്റി ഉണ്ടാകാതിരിക്കാനും കൂടെ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഈ ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് 2-ാം ഭാവാധിപനാണ്, 5-ാം ഭാവാധിപനുമാണ്. ഈ 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 12ലേക്കാണ് രാശി മാറുന്നത് മെയ് 7-ന്. അപ്പോൾ മെയ് 23 വരെ ആ ബുധൻ 12-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പോൾ ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ 11-ൽ നിൽക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ മെയ് 14 വരെ ആ 12-ാം ഭാവരാശിയിൽ ഉണ്ടായിരിക്കും. പൊതുവെ നമുക്ക് ഈ മാനസിക തലത്തിൽ, ആത്മീയ തലത്തിലേക്കൊക്കെ മനസ്സ് വഴുതി വീഴുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നത്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു മനസ്സ് ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമയമായിരിക്കും. നിഗൂഢ വിഷയങ്ങളിലൊക്കെ താല്പര്യം കൂടുന്ന സമയമായിരിക്കും. അതുപോലെ ഈ വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പോൾ വിദേശത്തൊക്കെ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ ബുധൻ്റെ 12-ാം ഭാവരാശിയിലേക്കുള്ള സ്ഥിതി കൊണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ പൊതുവെ നമുക്ക് ഒരു ഏകാന്തതയിലൊക്കെ വസിക്കുന്നതിനും, അതുപോലെ തന്നെ നമുക്ക് ധ്യാനത്തിനും, അതുപോലെ ജപത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനാണ് ആ 12-ൽ വരുന്നത്. അപ്പോൾ പൊതുവെ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ആത്മീയ തലത്തിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്ന സമയമാണ്. അതുപോലെ നമ്മൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ സാഹിത്യ അഭിരുചിയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അത്തരം മേഖലകളിലൊക്കെ കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് ഈ 12-ാം ഭാവരാശിയിൽ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാവുന്നത്. കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്ക് പൊതുവെ ധനച്ചെലവ് കൂടുന്ന സമയമാണ്. പഠനവുമായി ബന്ധപ്പെട്ട ചെലവ് കൂടാവുന്ന സമയമാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ പഠന ചെലവ് കൂടാവുന്ന ഒരവസ്ഥയായിരിക്കും ബുധൻ ആ 12-ാം ഭാവരാശിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. കുടുംബ അംഗങ്ങളോട് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെ നോക്കണം. സംസാരത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണം. കാരണം 2-ാം ഭാവാധിപൻ 12 നിൽക്കുന്നു, 5-ാം ഭാവാധിപനും 12-ലാണ് നിൽക്കുന്നത്. അതുപോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റ്, സ്പെക്കുലേറ്റീവ് ബിസിനസ്, അതുപോലെ കുടുംബ ബിസിനസ്,
ഇവയിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു കരുതൽ വേണ്ടുന്ന സമയവും കൂടെ ആണ്. ബിസിനസ് കാരകനും കൂടിയാണ് ആ ബുധൻ 12 വ്യയസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ധനച്ചെലവ് കൂടുന്ന സമയമാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ ഈ ടീച്ചിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകിച്ച് അവരുടെ ആ ടീച്ചിങ്ങിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ, മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് ഇവയ്ക്കൊക്കെ അത് ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ ആഹാരത്തിൽ കെയർ കൊടുക്കുക വഴി തന്നെ സാധ്യമാകുന്ന സമയമാണ്. ധനപരമായ കാര്യത്തിൽ ഒരു ആസൂത്രണമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. ചെലവ് നിയന്ത്രിക്കാൻ അത് ആ ആസൂത്രണമൊക്കെ സഹായകമാകും. ബുധൻ 6ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്ക് പ്ലേസിലൊക്കെ പ്രത്യേകിച്ച് സംസാരത്തിലൂടെ നമുക്ക് ആ പ്രശ്നങ്ങൾ, തൊഴിൽ തലത്തിലുള്ള വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് അത് പരിഹരിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകണം. അതുപോലെ പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കുറയാതിരിക്കാനും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഈ ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ബുധൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താകും നോക്കാം. അപ്പം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ജന്മ ലഗ്ന രാശ്യാധിപനായ ബുധൻ, ആ ബുധൻ 4ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ജന്മരാശ്യാധിപനും 4ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ മെയ് 7 അവരുടെ നേട്ടങ്ങളുടെ സ്ഥാനത്ത് 11ലേക്കാണ് രാശി മാറുന്നത്. മെയ് 23 വരെ ആ ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉണ്ടാകും. അതുപോലെ മെയ് 14 വരെ സൂര്യനും ആ 11ാം ഭാവരാശിയിൽ ബുധനോടൊപ്പം സ്ഥിതി ചെയ്യുന്ന സമയമാണ്. പൊതുവെ ബുധൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ഈ മിഥുനക്കുറുകാർക്കുണ്ടാക്കുമെന്ന് പറയാം. പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനും കൂടിയാണ് ആ 11ൽ വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ അനുകൂലമാകുന്ന സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സാധിക്കാവുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ ധനനേട്ടത്തിന് സാധ്യതയുള്ള സമയമാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ ഈ സമയത്ത് ഉണ്ടാകും. അത് മറ്റുള്ളവരുടെ പ്രീതി ആർജിക്കുന്നതിന് സഹായകമാകും. കുടുംബകാര്യങ്ങളിൽ പൊതുവെ ചുമതലാബോധമൊക്കെ കൂടുന്ന സമയമാണ്. കുടുംബ ബിസിനസ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സൗഹൃദങ്ങൾ വഴി, സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ നമുക്ക് പൊതുവെ ഒരു നേട്ടം അല്ലെങ്കിൽ കാര്യസാധ്യമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പുതിയ ആശയങ്ങൾ, അത് പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ആശയങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നതും അതുവഴി പൊതുവെ ഒരു ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാനൊക്കെ കഴിയുന്ന ഒരു സ്ഥിതി ഈ 11ലെ ബുധൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും. പൊതുവെ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. സൗഹൃദ ശൃംഖലകൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് ഉപയോഗിക്കാവുന്ന സമയമാണ്. പൊതുവെ ആദരവ്, അതുപോലെ തന്നെ അംഗീകാരം നമ്മുടെ ആ പ്രവർത്തന മേഖലകളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. നല്ല സമൂഹത്തിലെ പ്രധാന വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അതുവഴി ഭാവിയിൽ അവർക്ക് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ബുധൻ്റെ 11ലെ രാശിമാറ്റം വഴിതെളിക്കും. ആഗ്രഹങ്ങൾ നിറവേറ്റാനാകും. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും നമുക്ക് യുക്തിസഹമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയും. അതുപോലെ വിദേശത്തൊക്കെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 14 മെയ് 14 ജന്മരാശിയിലേക്ക് വരികയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയം കൂടി ആയിട്ട് കാണുന്നുണ്ട്. ധനച്ചെലവ്, നമ്മൾ ധനപരമായിട്ടുള്ള പൊതുവെ നമുക്ക് നേട്ടമുണ്ടാകുന്ന സമയമാണ്. വ്യക്തി ബന്ധങ്ങൾ ദൃഢമാകുന്ന സമയമായിരിക്കും. നമുക്ക് ആ വ്യക്തിബന്ധങ്ങളൊക്കെ ദൃഢമാക്കുകയും അതുവഴി നമുക്ക് കൂടുതൽ ഉന്മേഷവും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസമൊക്കെ കൂടുന്നതിന് ആ വ്യക്തിബന്ധങ്ങളുടെ
ആ വ്യക്തി ബന്ധങ്ങൾ കൊണ്ട് കഴിയും എന്ന് തന്നെ പറയാം. ഇപ്പോൾ വീട്, വാഹനം, വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുധൻ്റെ ആ 11 സ്ഥിതി, പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ ആ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് അതിന് വഴിതെളിക്കും. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബുധൻ പ്രത്യേകിച്ച് ഈ 5-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. 5-ലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിശക്തി, അവരുടെ ഓർമ്മശക്തി, അതുപോലെ തന്നെ നമുക്ക് ഗ്രാഹ്യശേഷിയൊക്കെ കൂടുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീച്ചിങ് മേഖലയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിരിക്കും ആ ബുധൻ 11-ാം ഭാവരാശിയിലേക്ക് രാശി മാറുകയും 5-ലേക്ക് ദൃഷ്ടി ചെയ്യുക വഴിയും ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം. ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ബുധൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് നോക്കാം. അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ബുധൻ്റെ രാശി മാറ്റം കൊണ്ട് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ കർക്കിടക ലഗ്നക്കാർക്കും കർക്കിടക കൂറുകാരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ 12-ാം ഭാവാധിപനും 3-ാം ഭാവാധിപനുമാണ് ബുധൻ. ആ 3ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ മെയ് 7-ന് 10-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മെയ് 23 വരെ ആ ബുധൻ കർമ്മസ്ഥാനത്തുണ്ടാകും. ആ കർമ്മസ്ഥാനത്ത് സൂര്യനും മെയ് 14 വരെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് കർമ്മ മേഖലയിൽ കൂടുതൽ ആക്റ്റീവ് ആകാവുന്ന ഒരു സമയമായിട്ട് നമുക്ക് ഈ ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം. തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷനൊക്കെ പൊതുവെ ഗുണപരമാകും, അതുകൊണ്ടൊക്കെ നേട്ടം ഉണ്ടാകും. ചിലപ്പോൾ തൊഴിലിൽ സഡനായിട്ടുള്ള ഒരു പ്രൊമോഷൻ, സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കൂറുകാർ പൊതുവെ ഈ കൂറുകാർ എന്തു ചെയ്യുന്നു എന്നതിനേക്കാളും അവർ എന്തു പറയുന്നു എന്നുള്ളതിനാണ് കൂടുതൽ ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ പറയുന്നതിലായിരിക്കും മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ചർച്ചയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്തു പറയുന്നു എന്ന് കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും. നമ്മുടെ അഭിപ്രായങ്ങൾക്ക്, നമ്മുടെ ഉപദേശങ്ങൾക്ക് ഒക്കെ ഒരു വില, ഒരു മൂല്യമൊക്കെ കിട്ടുന്ന സമയമായിട്ടും കൂടെ നമുക്ക് കാണുന്നു. പൊതുവെ നമുക്ക് ഈ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആ അധ്യാപകരുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ ഇവയൊക്കെ പാലിക്കുവാനുള്ള ഒരു വ്യഗ്രതയൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ ജന്മരാശിയിലേക്ക് പ്രത്യേകിച്ച് ഈ 12-ലേക്ക് ഗുരു വരുന്ന സമയവും കൂടിയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ദൂരയാത്രകൾ, വിദേശയാത്രകൾ, വിദേശത്ത് തൊഴിൽ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ബുധൻ്റെ ആ മേടൻ രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹായമൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകാവുന്ന സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ബുധൻ 12-ാം ഭാവാധിപനായിട്ട് ഭാവത്തിൻ്റെ 11-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് വിദേശ ബന്ധം വഴി അല്ലെങ്കിൽ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുക വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. 3-ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 8-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് വെല്ലുവിളികളും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മധൈര്യം ഈ സമയത്ത് കൂടും എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളും അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ നിലനിർത്തുന്നത് ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. സാഹചര്യങ്ങൾ മനസ്സിലാക്കി വിവേകപൂർവ്വം തീരുമാനമെടുക്കുന്നത് പൊതുവെ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ബുധൻ 4-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസൊക്കെ സാധ്യമാകും. അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യമായാലും ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി അപഗ്രഥിച്ച് അവ വിമർശന ബുദ്ധിയാൽ അവയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഈ സമയത്തുണ്ടാകും. മാതാവുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം, അതുപോലെ നയതന്ത്രം ഇത്യാദി മേഖലകളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ബുധൻ്റെ രാശിമാറ്റം, മേടൻ രാശിയിലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണം ചെയ്യും. കാര്യങ്ങൾ വിശദമായി അപഗ്രഥിച്ച്
തെറ്റുകൾ നമുക്ക് വിളിച്ചു പറയുന്നതിനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യം അപഗ്രഥിക്കുമ്പോൾ അത് ഇന്നത് തെറ്റാണ്, അവയൊക്കെ നമ്മൾ വിമർശനാത്മകമായിട്ട് തുറന്നു പറയുവാനുള്ള ഒരു മനോഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതിനൊന്നും മടി കാണില്ല. അത്തരത്തിലുള്ള ഒരു സ്ഥിതിയാണ് ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.